ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ യൂട്യൂബിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മല്ലു ഫാമിലീൻ്റെ വിഷയങ്ങളാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര നാടകവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതാ ഞങ്ങളുടെ കല്യാണം, രണ്ടാം കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, എന്തിനാ ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നതില്ലേ, പറ്റിച്ചിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്? എന്താ പറയുക, ഉള്ളതുപോലെ പറഞ്ഞാൽ പോരെ. ഇങ്ങനെ നെഗറ്റീവ് മാത്രം കൊണ്ടുവന്ന്, നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടുവന്നിട്ട് നാടകം കളിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ശരിക്കും എന്താ പറയുക, സഹതാപമാണ് തോന്നുന്നത്. ഫസ്റ്റ് അതുപോലെ ഒരു കോമഡി ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഫസ്റ്റ് ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ് വാങ്ങിച്ചു, വീട് വെച്ചു. അതുപോലെ രണ്ടാമതൊരു ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് കാറ് വാങ്ങിച്ചു. ഫസ്റ്റത്തേൽ വീടെന്തോ ആണ് തോന്നുന്നത്. രണ്ടാമത്തേലാണ് കാറ് ഇതാണ് BMW എന്തോ കാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് നെഗറ്റീവ്, കുറച്ച് റീച്ച് കുറയുന്ന സമയത്ത് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തിട്ട് റീച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഒന്നിച്ചു എന്നുള്ളൊരു വ്യാജേന ഇവരൊന്നിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതൊന്നും ശരിയായിട്ടുള്ളൊരു ഇതായിട്ട് തോന്നുന്നില്ല. എല്ലാവരും എന്താ പറയുക, കാണുന്ന പ്രേക്ഷകരെ പറ്റിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നത് ഇതൊരു തരം പറ്റിക്കൽ തന്നെയാണ്. അല്ലാതെ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഇങ്ങനെ പിണങ്ങുക, പിന്നെയും ഒന്നിക്കുക, പിന്നെ അത് അവർ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് അതിൽ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തെറി വിളിക്കുക, നമ്മളെ വെച്ചിട്ട് പലതും പറയുക. അപ്പോൾ നിങ്ങൾ ഈ ചെയ്തു കൂട്ടണതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതെല്ലാം പബ്ലിക്കിൽ വന്നിട്ട് പറയുമ്പോഴല്ലേ പ്രശ്നം. ശരി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെക്കണം. അല്ലാതെ പബ്ലിക്കിൽ വന്നിട്ട് പറയരുത്. പബ്ലിക്കിൽ വന്നിട്ട് പറയുന്ന സമയത്താണ് ആളുകൾ അതെടുത്ത് പ്രതികരിക്കുന്നതും നെഗറ്റീവ് കമന്റ് ഇടുന്നതും. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കും. നമ്മൾ വീട്ടിലേക്ക് എത്തിയിരുന്നു. പിന്നെ എന്തായാലും ഞാൻ വീഡിയോസ് ഇടുന്നു വിചാരിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ പാടായിപ്പോയി. ഞാൻ വ്ളോഗ് സത്യം പറഞ്ഞാൽ ഇടാറില്ല. അതായത് കറക്റ്റ് ഇപ്പോൾ നമ്മളെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ ട്രോൾ നടക്കുന്നുണ്ട്. ഞാനെന്തോ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ചെറുതായിട്ട് കുറച്ച് ബുദ്ധിയുള്ള ഒരാൾ നേരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോസ് ഇട്ടാലോ ഫോട്ടോസ് ഇട്ടാലോ പൈസ കിട്ടില്ല. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കണം. നമുക്കൊരിക്കലും പൈസ കിട്ടില്ല. നമുക്ക് യൂട്യൂബിൽ അതുപോലെ തന്നെ FBയിലൊക്കെ വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് പേയ്മെന്റ് കിട്ടുള്ളൂ. അല്ലാതെ നമുക്കൊരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പേയ്മെന്റ് കിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കുഴപ്പമില്ല, എനിക്ക് ആൾക്കാർ വീഡിയോ ചെയ്യുന്നതുകൊണ്ടൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്കില്ല. പിന്നെ നിങ്ങൾ ചെറുതായിട്ട് വേറെ കാര്യം ആലോചിച്ച് നോക്കുക. നമ്മൾ ദൈവത്തിനൊക്കെ വെച്ചിട്ട് നമ്മൾ കുട്ടികൾ കളിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പം ഇടയത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഓക്കെ, അത് തീർന്നു. പിന്നെ നമ്മൾ ഇത് ഞാൻ പറയില്ല, ഇത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാം, അല്ലാത്ത ആൾക്കാർക്ക് വിശ്വസിക്കാൻ കേട്ടോ. എനിക്കൊരു നിർബന്ധമില്ല. നമ്മളതിലൊരു രണ്ടാം കല്യാണത്തിന്റെ ഒരു സംഗതി ഉണ്ട്. എൻ്റെ ഇതിൽ അമ്മ എൻ്റെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറയില്ല, എനിക്കറിയില്ല, ഇങ്ങനെ ഈ ജോൽസി എന്നൊക്കെ പറയില്ലേ, അപ്പൊ അവരങ്ങനെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അമ്മ പറഞ്ഞു, അവളിനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ അതായത് ഗുരുവായൂരിൽ നിന്ന് താലി കെട്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്നങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാ അമ്മ അറിയില്ല, നമുക്ക് അമ്മ പറഞ്ഞാൽ നമ്മുടെ അപ്പത്തേക്ക് നമുക്ക് അറിയില്ല. അപ്പൊ അമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യാന്നിങ്ങനെ പറഞ്ഞു. പിന്നെ കുഞ്ഞോളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, കേട്ടോ നമുക്കൊന്ന് ചെറുതായിട്ടൊരു നമ്മൾ വലിയ എനിക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നേരെ ശ്രദ്ധിച്ചു നോക്കി. എനിക്കിതൊരു ആഘോഷമായിട്ട് നടത്തിയിട്ട് എനിക്ക് കണ്ടന്റ് ആക്കാം. അല്ലേ? എത്ര വീഡിയോസ് നമുക്ക് പോസ്റ്റ് ആക്കാം? നിങ്ങൾക്ക് മുന്നേ ഫോളോയിങ് ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ ഇവമ്മോളുടെ ബർത്ത്ഡേ, കുഞ്ഞോളെ കല്യാണം, നമ്മളിതിന് മുന്നേ കല്യാണങ്ങളൊക്കെ വീഡിയോ വെരി എടുത്താണ്. ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ താലി എടുത്തു. ശരിക്കും ആ താലി എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ എനിക്ക് വേണമെങ്കിൽ കണ്ടന്റ് ആക്കാം. ഞാൻ ഗുരുവായൂർക്ക് പോകുന്നത് എനിക്ക് കണ്ടന്റ് ആക്കാം. എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് കണ്ടന്റ് ആക്കാൻ പറ്റും. പക്ഷെ അതും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളിത് ഇങ്ങനത്തെ സംഗതി ചെയ്ത ഒരു വ്ളോഗ് എടുത്ത് ഇന്ന് ഈ വീഡിയോ ഇവിടെ സംസാരിക്കും. ഞാൻ വീഡിയോ ഇടില്ല. കാരണം ഇതിന് മുന്നേ ഞാൻ എത്ര ഇവിടെ മാറ്റുണ്ട്. നമ്മൾ യൂട്യൂബിൽ നിന്ന് അല്ല ഇപ്പൊ നമ്മളൊരു വരുമാനം മാർഗം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അല്ല. മല്ലു പറയുന്നത് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിൽ പൈസ കിട്ടില്ല. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഞങ്ങളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ യൂട്യൂബിലൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് എന്തിനാണ് ഞങ്ങളിങ്ങനെ ക്രൂശിക്കുന്നത് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ യൂട്യൂബിൽ ഇട്ടിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഓരോ വീഡിയോസുകളും ഇട്ടിട്ട് റീച്ച് ആക്കാലോ. ഞങ്ങൾ പക്ഷേ യൂട്യൂബിലല്ല ഇട്ടിട്ടുണ്ടായിരുന്നത്, ഇൻസ്റ്റാഗ്രാമിലാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ തരില്ല എന്നാണ് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ശരിയാണ്, പൈസ കിട്ടില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ
ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയുള്ള ഇടുന്നത് കൊണ്ടും ഒരു ഉപകാരമുണ്ട്. അത് റീച്ചായി കഴിഞ്ഞാലും പിന്നെ ബിസിനസ് കാര്യത്തിന് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്കും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാം. അതിലൂടെ പണം സമ്പാദിക്കാം. ഏതൊരു ബിസിനസ്സുകാർക്കും ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. എന്തൊരു കാര്യം അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ റീച്ചായി കഴിഞ്ഞാൽ അതിന്ന് നമുക്ക് ബിസിനസ് പരമായിട്ട് വളർച്ച കിട്ടും. അല്ലാതെ അതിന്ന് മോണിറ്റൈസേഷനോ കാര്യങ്ങളോ ഒന്നും ഇൻസ്റ്റാഗ്രാമിലില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് അതിലിട്ടിട്ടില്ലെങ്കിലും അതിലും ആളുകൾ കാണുന്നുണ്ടല്ലോ, അതിൽ ഷെയർ ചെയ്ത് പോയി പിന്നെ അതിന്ന് ആ ഒരു ഇത് വെച്ചിട്ട് പിന്നെ യൂട്യൂബിലിടുന്നുണ്ടല്ലോ, യൂട്യൂബിലിടുന്നതും അതിന്ന് നല്ല കണ്ടൻറ്റുകൾ ഇപ്പോൾ ഇന്നലെ തന്നെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും നല്ല കയറിപ്പോയിട്ടുണ്ട്. അതുപോലെ ആളുകളെല്ലാം എടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് ഇതാവും. അതുമല്ല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ എടുത്തിട്ട് മറ്റൊരാൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അപ്പോഴും നിങ്ങൾക്ക് തന്നെയല്ല റീച്ച് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ വേറെ കാര്യം. എന്തായാലും ഈ ഒരു ആളുകളെ പൊട്ടന്മാരേക്ക് ആക്കിയിട്ട് ഇങ്ങനെയുള്ളൊരു കളി കളിച്ചതിനോട് എന്തായാലും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള വിഡ്ഢിവേഷങ്ങൾ ചെയ്യുന്നതെന്നില്ലേ, അങ്ങനെ കാണിക്കാതെ നേരായ മാർഗത്തോടു കൂടി പോവുകയാണെങ്കിൽ നല്ല ഇതായിട്ട് കിട്ടും. ഇങ്ങനെ നുണയും ഇതൊക്കെ പറഞ്ഞിട്ട് നല്ല ഫസ്റ്റൊക്കെ നല്ലൊരു ഫാമിലി ആയിരുന്നു, പിന്നെ നുണ പറഞ്ഞ് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്ന രീതിയായപ്പോൾ എല്ലാവർക്കും വെറുപ്പാകാൻ തുടങ്ങി, ആരും കാണാതെ ആകാൻ തുടങ്ങി, ആരും അതങ്ങനെ മൈൻഡ് ചെയ്യാത്തൊരു ഇതായിപ്പോയി. പിന്നെ ഇപ്പോൾ ഇത് അങ്ങനെ റീച്ച് ഇല്ലയെന്ന് കാണുമ്പോൾ പിന്നെ പുള്ളിക്കാരൻ ഈ ഒരു ഇത് പിടിച്ചു. ഇങ്ങനെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അതൊരു ഇതാവും, കുടുംബ പ്രശ്നങ്ങളൊക്കെ യൂട്യൂബിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ റീച്ച് ആവില്ല. അങ്ങനെ അതിൽ പിടിച്ചിട്ട് പുള്ളിക്കാരൻ ആ ഒരു ഇതിലേക്കാണ് പോയത്. ഇപ്പം എന്തായാലും റീച്ചും ആയി, അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഉള്ള വിലയും കൂടി പോയി എന്ന് തന്നെ പറയാം. എന്തായാലും ആ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് കണ്ടിട്ട് വരാം, കണ്ടു നോക്കൂ. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ പോകണം. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ പോകണം. നമ്മളെപ്പോഴും അടിപൊളിയാണ്, വേറെ കുഴപ്പങ്ങളോ നമുക്ക് ഇപ്പോൾ ഉണ്ടാവാറില്ല. ഇന്ന് വേറെ നല്ല ഒരു എനിക്ക് പറയുമ്പോൾ തന്നെ ശരി ഒന്നുമില്ല. ഇന്ന് ഒരു നല്ലൊരു ദിവസമാണ്. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്താ സുജനെ പതിവില്ലാതെ ചന്ദനക്കുറി എന്ന് വിചാരിക്കേണ്ട, വേറൊന്നുമില്ല. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലാണ്, വേറൊന്നുമില്ല. ഞാൻ നിങ്ങൾ തമ്പലേന് കണ്ടപ്പോൾ തന്നെ പൊന്നൂസിനെ ഒന്നും കൂടി കല്യാണം കഴിക്കാൻ വേണ്ടി പോകണം, അല്ല ശക്കരേ? ഓക്കെ വലിയ ആഘോഷമായിട്ട് പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചില ട്രോൾ ചെയ്യുന്ന ആൾക്കാർ അത് കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യാണ്, നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാന്നൊക്കെ പറയും. കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ആക്കണില്ല എന്നുള്ളത്. ചെറുതായിട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറയില്ല, അത് നല്ലൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനെ ഞാൻ ഒന്നും കൂടി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അമ്പലത്തിൽ പോയിട്ട്, അതായത് താലി കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ തന്നെ പോയിട്ട്, അതായത് 8-നും 9-നും ഇടയിലാണ് മറ്റേത് എന്ത് ചക്കരെ മുഹൂർത്തം. യെസ്, അപ്പോൾ അതായത് 8-നും 9-നും ഇടയിലാണ് മുഹൂർത്തം. അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടാൻ നമുക്ക് കയറാൻ ടൈമില്ല. അപ്പോൾ അതിന് മുന്നേ കയറിയിട്ട് തൊഴുതോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അറിയുന്ന ഒരു ഏട്ടനാണ് ഇവിടെ. അപ്പോൾ അവർ മുഖാന്തരം നമ്മൾ അമ്പലത്തിൽ, അതായത് പുലർച്ചെ 4-4:30 പോയിട്ട് 5 മണിക്ക് പോയിട്ട് നമ്മൾ തൊഴുതു വന്ന് റൂമിൽ വന്ന് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഇപ്പം നമ്മൾ ഏകദേശം 7:30 മണി. ഇപ്പം നമുക്ക് 8 നമുക്ക് അതായത് താലികെട്ടിൻ്റെ അവിടേക്ക് എത്തണം. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി നമ്മളിപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുന്നതിൻ്റെ മുന്നേ ഞാനൊരു ഇൻട്രോ എടുത്താണ് വിടുന്നത്. കാരണം നമ്മൾ കുറേ തോന്നുന്നു 1.5 വർഷം 2 വർഷമായി തോന്നുന്നു ഒരു ഫുൾ ആയിട്ടുള്ള ഒരു വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്ളോഗ് എടുക്കുന്നത് ചാക്കറാണ്, അല്ല ചാക്കര കാണിക്കുന്നത്. ചാക്കര ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ ഇൻട്രോ എന്ന് പറഞ്ഞാണ്. എല്ലാ പ്രശ്നങ്ങളും മാറ്റി പൊന്നൂസിനെ കറക്റ്റായിട്ട് താലി കെട്ടാൻ വേണ്ടി പോവാണ്. മുന്നുണ്ടായിരുന്ന താലിയൊക്കെ നമ്മൾ ഇതാക്കിയിട്ട് പുതിയൊരു താലിമാലയൊക്കെ ഞാൻ പൊന്നൂസിന് വേണ്ടി വാങ്ങിയിരുന്നു. താലിമാല ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് നേരെ പോവുകയാണ്. എനിക്കെന്നെ അറിയില്ല, ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടാകുന്ന കുറച്ച് നല്ല രീതിക്ക് നടത്തിയാലോ. പിന്നെ എനിക്കൊരു മടി, കുട്ടികളൊക്കെ ആയിട്ട് എങ്ങനെയാണ് എനിക്കറിയില്ല എനിക്ക്. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഗുരുവായൂർ വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകപ്പാടെ കസക്ക്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ കാര്യം ഇതാണ്, നമ്മളൊന്നും കൂടി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് പൊന്നൂസിന് ഒന്നും കൂടി താലി കെട്ടാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ പോട്ടെ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഞാൻ വീട്ടിൽ വേറെ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. വീട് അമ്മയും കുഞ്ഞോളും എല്ലാവരും അപ്പുറത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വലിയ ആഘോഷമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടി പോരുന്ന വേറെ ഒന്നുമില്ല. ഓക്കെ, എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് 5 ചാക്കറും അങ്ങനെ തലങ്ങ വലങ്ങും. എൻ്റെ അപ്പോൾ അതിൽ കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു. എന്താ പറയുക, ഇനി ഇങ്ങനെ ആളുകളെ പറ്റിക്കരുത് അങ്ങനെ എന്നുള്ള തരത്തിലൊക്കെ കണ്ടു. പിന്നെ എന്താ പറയുക, ഇപ്പോൾ അവൻ പറയുന്നത്, സുജിൻ പറയുന്നത് രണ്ടാമത് കല്യാണം കഴിക്കുക എന്നുള്ളൊരു ജാതകത്തിൽ അങ്ങനെ കുറേ ഇത് ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് എന്തായാലും പിണങ്ങിപ്പോയതാണ്. അപ്പോൾ താലിയൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. താലിയൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പുറത്ത് ഒന്നുകൂടെ താലി കെട്ടാന്നുള്ള രീതിയിൽ താലി കെട്ടിയതാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെ ആളുകളെ പറ്റിക്കാതെ, ആളുകളെ പൊട്ടന്മാരാക്കാതെ ജീവിക്കുക. ഈ ഒരു ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കുക. നല്ല നല്ല കണ്ടൻറ്റുകൾ ഇട്ടിട്ട് വരിക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അല്ലാതെ വെറുതെ ഇങ്ങനെ
റീച്ച് കുറയുന്ന സമയത്ത് ഡിവോഴ്സായി അതായി ഇതായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകളെ മണ്ടന്മാരാക്കരുത് എന്നാണ്. എന്താ അത്രത്തോളം വിശ്വസ്തയോടുകൂടിയാണ് ഓരോരുത്തരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ പൊട്ടന്മാരാക്കരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ, സുജിനും പൊന്നൂനും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കണം. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.